ബാലേട്ടന് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ ഇപ്പം പുഴയോരഴകുള്ള അത് ബാലേട്ടൻ മിക്കവാറും ഒക്കെ പാടുന്നതാണ്. അതിന്റെ 2 വരി ഒന്ന് പാടാവോ? പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. അത് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കേരളത്തിൽ പാടുന്ന ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനത് വേറൊരു ടൈപ്പിലാക്കി, അതായത് എൻ്റെ ഇത് രാഗം സരി ഗപദ പ ഗപദ സരി ഗരി സദാ പഗരി സദാ പദരി. ഈ രാഗം വാസന്തി രാഗമാണെന്ന് എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു. അർത്ഥങ്ങളുടെ മനസ്സിലാക്കി പാടാൻ പഠിപ്പിച്ചത് ദേവരാജ മാഷ. ഒരു മാത്ര വെറുതെ നനച്ചു പോയിന്ന്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ഒരു മാത്ര വെറുതെ നനച്ചു പോയി. ഈ ദേവരാജ മാഷുമായിട്ടുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതെങ്ങനെ കാണുന്നു? ജീവിതത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണത് മ്യൂസിക്കലി. ഇപ്പം എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളെ അദ്ദേഹം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് ഞാനും എൻ്റെ ഭാര്യയും ഇരിക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അലമാരിയിലുണ്ടായിരുന്നു. അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ അവിടെ ഞാൻ ദേവരാജ മാഷയുടെ അപ്പച്ചിയുടെ മോനാണെന്ന് പറഞ്ഞ്, സാർ എൻ്റെ വല്യമ്മയുടെ മോനാണ്, നന്നായിട്ട് പാടും. അങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, സംഗീതം മാത്രമാണ് അവിടെ. മതമോ നിറമോ ഒന്നും ഒരു വിഷയമല്ല. സംഗീതം ഉണ്ടെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ആശയങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഒരു എന്താ പറഞ്ഞ ഒരു വലിയ ഗുരുകുലമാണത്. എനിക്ക് പറഞ്ഞാൽ ഭാഗ്യമുണ്ടായി ദേവരാജ മാഷിൻ്റെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ പരവൂർ ജീവിതകരമായ പേരിൽ നടത്തുകയുണ്ടായി. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് അന്ന് ലേക്ക് ഷോർ റിസോർട്ടിലാണ് പുള്ളി താമസിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഒരുപാട് പ്രഗത്ഭരായ പാട്ടുകാർ അവിടെ വന്നിരുന്നു. കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ചോദിച്ചത്. അപ്പോൾ കൂടുതൽ അടുത്ത് അദ്ദേഹം അതൊരു ക്വാളിറ്റിയാണ്. കിടത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ളവനെ ചേർത്ത് നിർത്തണം എപ്പോഴും. നമുക്ക് ഒരു അവസരം വരുമ്പോഴത്തേക്ക് മറ്റുള്ളവനെ തഴഞ്ഞിട്ട് കയറിപ്പോകുന്ന ഒരു സ്വഭാവം എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് മാഷ് കഴിഞ്ഞിട്ട് അങ്ങേക്ക് ഉള്ളിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അത്ര ഇഷ്ടമാണ് രവീന്ദ്ര മാഷ്. പിന്നെ അദ്ദേഹമായിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? അത് ഈ പകൽപൂരത്തിൻ്റെ പാട്ട് സമയത്താണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ രവീന്ദ്ര സംഗീതമാണല്ലോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരം മൊത്തം അതാണല്ലോ. അപ്പോൾ അദ്ദേഹം ചടുലമായ സംഗീതം, സസരി സാരി സനി സസരി രി സനി സരി സനി സഗരി രി സനി സരി സഗരി സമഗരി സപമഗരി സദപമഗരി സ നീ ദപമഗരി സ സനി ദപമഗരി സരി ഗമ പദനി സനി സനി സദനി പദമ പഗമരി ഗ സസരി സസഗ സസമ സസപ സസദ സനി സദനി പദനി സസനി ദപമ പദനി സസനി ദപമ. ഇതാണ് രവീന്ദ്ര മാഷ പാട്ടുകളിലുള്ള വരിശകളാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആർജവമുണ്ട്, എനർജിയുണ്ട്. അത് ജീവിതത്തിൽ പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കി. അപ്പം അങ്ങനെയുള്ള പാട്ടുകളാണ് ഞാൻ പാടുന്നത്. സരി സ സരി സ സരി സ സരി സരി രി നീ നി രീ രി നീ നി മദനി സരി ഗരി. അതല്ലോ. ആടി ദ്രുതപദതാളം മേളം ഋതുഗണമാടി മതകരവേളി നൃത്ത. അത് ലാൽ സലാമിൻ്റെ സരിമ പനി സ സരിമ സരിമ പ സരിമ പനി സരിമ പനി സ സരിമ പനി സരി റിമ പനി സരിമ പ ആ
പമരി സ പമരി സനി പമരി സനി പമരി സനി പമ പമരി സനി പമ സ. ഇതൊക്കെ ഏതാണ് സുമുഹൂർത്തമായി. ഇതെല്ലാം പിന്നെ നമ്മൾ ആരോഗ്യം എടുത്ത് പാടേണ്ട പാട്ടുകളാണ്. അങ്ങനെയുള്ള പാട്ടുകൾ പാടിയാണ് അന്നും ഇന്നും. ബ്രീത്ത് നന്നായി തന്നെ എക്സസൈസ് ഉള്ള ഒരാളിന് അത് പിന്നെ എല്ലാ ദിവസവും 4 മണിക്ക് എത്തി. ഞാനിത് ഇന്നിപ്പോൾ കിടത്തുറക്കം അറിയുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോഴും 55-ാമത്തെ വയസ്സിലും എല്ലാ ദിവസവും സരി ഗ മ പ ധ നി സരി ഗ മ പ ധ നി സ സരി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. ഇത് 3 ഒക്ടയാണ്. ഈ 3 ഒക്ട പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകൾ പേടിയില്ലാതെ പാടാൻ പറ്റുള്ളൂ. ആ പേടിയില്ലാതെ പാടുക കാരണം ലോകം നമ്മുടെ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ എന്ന പാട്ട്. ഈ പാട്ടാണ് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഈ നരന്തായിരുന്ന സമയത്തൊക്കെ പല സ്ഥലങ്ങളും ഞങ്ങൾ പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാടിയിട്ട് വേണ്ടപ്പോൾ നന്നായിട്ട് പാടിയിട്ട് ഇല്ലെങ്കിൽ വിവരം അറിയുന്നൊക്കെ പറയുന്ന കാലഘട്ടം. എനിക്ക് ഓർമ്മയുണ്ട് തിരുനക്കര മൈതാനം, അതുപോലെ തന്നെ ആലപ്പുഴ കള്ളപ്പുരയ്ക്കൽ അമ്പലം എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ഇത്ര ഒരു കറുത്തൊരു കൊഞ്ചു പോലിരിക്കുന്ന ആൾ ഞാൻ കയറിയിട്ട് ഭഗവാൻ ഭഗവത്ഗീത ഇങ്ങനെ ഒരു വിളി വിളിക്കുമ്പോൾ ആ സദസ്സ് മൊത്തം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന പല വേദികളും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പാടി വാങ്ങിച്ചിരിക്കുന്നത്. ആ അന്നത്തെ പോലെ എനിക്കിപ്പോഴും പാടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തെ അത്രയും നെഞ്ചോട് സ്നേഹിക്കുകയും റെസ്പെക്റ്റോടെ മറ്റൊരാൾക്ക് പിന്നെ കുറ്റം പറയാതെ. ഒരുപാട് പാട്ടുകൾ ചേർന്ന് ഇഷ്ടമാണ്. അതിൽ 1-2 പാട്ടുകളൊന്ന് പാടാം. 2 വരി മതി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അതൊക്കെ തിരുത്തേണ്ടതാണ്. ബാലേട്ടനോടുള്ള കുറേ സംസാരിച്ചിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഇത് കാണുന്നവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, വോക്കൽ ബാലേട്ടനിലൂടെ പഠിക്കണം. അപ്പോൾ ഓൺലൈനായിട്ട് ബാലേട്ടൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാലേട്ടൻ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വരാറുണ്ട് ഇല്ലേ? അതെ അതെ. അപ്പം ബാലേട്ടനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? ഇപ്പം ഓൺലൈൻ വഴി ഒരുപാട് പേര് പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, പന്തളം ബാലൻ മ്യൂസിക് അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യമേ വരുന്നത്. അപ്പോൾ പലപ്പോഴും അവർ വിളിക്കുമ്പോൾ വൈഫിനെയാണ് കിട്ടുന്നത്. പക്ഷേ എൻ്റെ നമ്പർ അതല്ല. ആക്ച്വലി എൻ്റെ നമ്പർ 9496200862 ഈ നമ്പറാണ് എൻ്റെ നമ്പർ. pandalam.balan@gmail.com. ഇത് രണ്ടിലും എൻ്റെ പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കുണ്ട്, ഇതൊക്കെ എല്ലാം. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് പിന്നെ പേരൂർക്കട വഴയില എന്ന സ്ഥലത്ത് ഐശ്വര്യ ഗാർഡൻസിൽ 33D ആണ് എൻ്റെ വീട്.